ഹായ് ഹലോ, പെട്ടെന്നൊരു വിളി വന്നു. തിരുനെൽവേലിയിലൊരു വർക്കുണ്ട്. നേരെ ഒന്നും നോക്കില്ല, ബാഗെല്ലാം പാക്ക് ചെയ്ത് നേരെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ട്രെയിൻ ഇപ്പോൾ വരും. അനന്തപുരി എക്സ്പ്രസ്സാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇപ്പോൾ എത്തും. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ട്രെയിൻ വന്നു, ആൾക്കാരെല്ലാം കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ലോക്കൽ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്, കുഴപ്പമില്ല, അത് മതി. ട്രെയിനിനകത്തേക്ക് കയറാൻ പോവുകയാണ്. കയറി വണ്ടി എടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആണ്. ഈ ഗ്രില്ല് പൊങ്ങുന്നില്ലെന്നുള്ള കംപ്ലയിൻറ്റ് ഒഴിച്ചാൽ ബാക്കി ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. കുറേ നാളായി യാത്രയായിട്ട്. പിന്നെ മുന്നിലിരുന്ന മാമനാണ്, ഏതൊരു മാമൻ, കുഴപ്പമില്ല, മാമൻ കമ്പനിയായിരുന്നു. അടിച്ച് പൊളിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പുള്ളി തമിഴാണ്. നമ്മളിങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മളെ കേരളത്തിൻ്റെ അതേ വിഷ്വൽ പോലെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല. എല്ലാം വയലുകളെല്ലാം നിരത്തി, ഫ്ലാറ്റുകളെല്ലാം പണിത് കഴിഞ്ഞു. അപ്പോൾ എങ്കിലും കുഴപ്പമില്ല, നൈസ് വൈബാണ്. സൈഡ് സീറ്റാണ്. ഞാനങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? വർക്കിന് പോകണം, പോയിട്ട് പിറ്റേന്ന് ഇങ്ങോട്ട് വരണം. ഇവിടെ വർക്കുണ്ട്, അത്യാവശ്യം ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി ഈ സൈഡ് സീറ്റ് കിട്ടി എന്തോ ഭാഗ്യമെന്ന് വേണം പറയാൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷ്വൽസ്, പുറത്തുള്ള വിഷ്വൽസ്. ഇത് നമ്മുടെ ഒരു കോസ്റ്റ്യൂമറാണ്, ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുള്ളി ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി ചെന്നൈയിലോട്ടാണ്, എന്തോ ഒരു അത്യാവശ്യത്തിന് യാത്രയിലാണ് പുള്ളി. എന്തായാലും നമ്മളതൊന്നും നോക്കുന്നില്ല. ഓക്കെ, പുറത്ത് നല്ല അടിപൊളി വ്യൂ. ഏകദേശം 7 മണിയോട് കൂടി നമ്മൾ തിരുനെൽവേലിയിലെത്തി. ആൾക്കാരെല്ലാം ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനും എൻ്റെ കൂട്ടത്തിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ആൾക്കാർ ഇറങ്ങി, ഞാനും കൂടെ ഇറങ്ങി, ഒന്നും നോക്കിയില്ല. ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ തിരുനെൽവേലി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്ന് വേണം അപ്പുറത്തേക്ക് പോകാൻ. ഇതാണ് നമ്മുടെ വന്ന വണ്ടി. ആൾക്കാരെ കൊണ്ട് ഈ പാളം ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്ത് പോകാൻ. എന്താ ഒരു ആചാരമല്ല, അടിപൊളിയായിട്ടുണ്ട്. പാളം ക്രോസ് ചെയ്തിട്ടാണ് ആൾക്കാർ ഓരോരുത്തരും അപ്പുറത്തോട്ട് വരുന്നത്, ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നത്. അവിടെ വന്നാലേ നമുക്ക് പുറത്ത് ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷനുള്ളൂ. ഇതൊക്കെ ഏതൊക്കെ വണ്ടി പോകുന്നുണ്ട്. വണ്ടിയൊക്കെ കണ്ടിങ്ങനെ നൈസിൽ നടക്കുന്നു. ബാഗുണ്ട്, ഒരു രക്ഷയില്ലാത്ത വെയിറ്റാണ്. കുഴപ്പമില്ല, വിശക്കണുണ്ട്. പുറത്തിറങ്ങിയിട്ടൊരു ഷോപ്പ് നോക്കണം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ എക്സിറ്റ്. നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ കുറച്ച് ഓട്ടോ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു താജ്മഹലിൻ്റെ ഫീലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് റേറ്റ് ചോദിച്ചു, എത്രയാണ് പുറത്ത് നമ്മുടെ ബസ് സ്റ്റാൻഡ് വരെ പോകാനാണെന്ന് ചോദിച്ചപ്പോൾ മിനിമം ചാർജ് 100 രൂപ എന്ന് പറഞ്ഞ്. ഒന്നും നോക്കിയില്ല, അടുത്ത ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അവരും അതേ റേറ്റ് തന്നെ പറഞ്ഞു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ നടത്തം വെച്ചങ്ങോട്ട് നടന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൊരു 100 മീറ്റർ സെൻട്രൽ കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലെത്തി. കുഴപ്പമില്ല, ഫ്രണ്ടൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. മെനു കാർഡൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഒരു ചായ ഓർഡർ ചെയ്തു. ചായ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് തമിഴ്നാട്ടിലെ ചായ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുടിച്ചു നോക്കി, ഒരു രക്ഷയില്ലാത്ത ചായ കേട്ടോ, ഒട്ടും കൊള്ളത്തില്ല. ആ രീതിയാണ്. അടുത്ത് നമ്മൾ പ്ലെയിൻ ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ചട്നി ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു. പിന്നെ